എല്ലാ കൂട്ടുകാർക്കും വീണ്ടും മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൈ സ്റ്റൈൽ കുക്കിങ്ങിൽ ചെയ്യാൻ പോകുന്നത് മൂങ് ദാൽ ഫ്രൈ ആണ് കേട്ടോ. ഇത് കടയിൽ എവിടെ കണ്ടാലും ചാടി കയറി വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മക്കൾക്കാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പിന്നെ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് കൂടുതലങ്ങ് ഉണ്ടാക്കി വയ്ക്കും. ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വലിയവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ നല്ല ചിലവുള്ള ഒരു ഐറ്റമാണ് ഇവിടെ. നിങ്ങൾക്കും അതേപോലെ തന്നെ ഇഷ്ടമാവും. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ഏതെണ്ണ യൂസ് ചെയ്യുന്നെങ്കിലും നമുക്കത് അറിഞ്ഞ് കഴിക്കാൻ പറ്റും. അപ്പം ഈ സിമ്പിൾ റെസിപ്പി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇതെങ്ങനെ ചെയ്തെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഒരു 1/4 കിലോ മൂങ് ദാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പില്ലേ, നമ്മുടെ പരിപ്പ് പ്രഥമനൊക്കെ വെക്കുന്ന ആ ഒരു പരിപ്പില്ലേ, സെയിം അതേ പരിപ്പാണ്. കുറച്ച് വലിപ്പമുള്ള കിട്ടുകയാണെങ്കിൽ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് കഴുകണം. നല്ലോണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കഴുകുന്ന വെള്ളം ഇങ്ങനെ കുറുകി വരും, കഞ്ഞിവെള്ളം പോലെ കട്ടിയിൽ വരും. ആ വെള്ളമൊക്കെ ഒരു 4-5 പ്രാവശ്യം, ചിലപ്പോൾ 6 പ്രാവശ്യമൊക്കെ കഴുകി കഴിയുമ്പോഴായിരിക്കും വെള്ളവും നല്ലോണം തെളിഞ്ഞ് കിട്ടുക. അപ്പോൾ ആ വെള്ളം, ഈ വെള്ളം ഇങ്ങനെ കട്ടിയുള്ള വെള്ളം അതങ്ങ് ഊറ്റി കളഞ്ഞിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് തെളിഞ്ഞ വെള്ളമാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പരിപ്പ്, നമ്മുടെ ഈ മൂങ് ദാൽ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, വെള്ളം നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാൻ വയ്ക്കാം. കുതിർക്കാൻ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി കളർ ഉണ്ടാവും. ഇനി ഇതിപ്പോൾ അത് നമ്മൾ ഒരു 3 മണിക്കൂർ, 2.5 മണിക്കൂർ 3 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കണം. ഇപ്പം 3 മണിക്കൂർ ആയി. എന്നിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി ഇതിപ്പോൾ ഞെരടി കഴുകാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പൊക്കെ ചതഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ വേണ്ട. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ കഴുകിയെടുത്തത്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ട് വേണമെങ്കിൽ ഒരു വെള്ളത്തിലും കൂടി കഴുകിയെടുക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ അംശം ഉണ്ടെങ്കിൽ പോയിക്കോളും. ഇപ്പം ഞാൻ ഒന്ന് കഴുകിയിട്ട് ഈ അരിപ്പയിലേക്ക് ഇതൊന്ന് ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളം നല്ലോണം പോകണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പരിപ്പിൽ നല്ലോണം വെള്ളമുണ്ട്. അത് ഈ അരിപ്പയ്ക്കകത്ത് ഇരുന്നിട്ട് നല്ലോണം വെള്ളം പോയതിന് ശേഷം ഒരു നല്ല പേപ്പറിലോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയിലോ വിരിച്ചിട്ടിട്ട് ആ വെള്ളം മൊത്തം കളയണം. എന്നിട്ട് ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളും വെള്ളം പോയതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ പൊടിക്കില്ല, അതിനേക്കാളൊക്കെ നല്ലോണം വെള്ളം പോകണം. വെയിലത്തൊന്നും വയ്ക്കണ്ട, അല്ലാണ്ട് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മളിങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചു കഴിയുമ്പം ഒട്ടും നനവ് കയ്യിലുണ്ടാവാൻ പാടില്ല. ആ പരിപ്പിന് ഒരു തണുപ്പ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നനവുണ്ടെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ തിളച്ച് തൂവി എണ്ണയൊക്കെ കൂടി പുറത്തേക്ക് പോകും. എനിക്ക് നല്ല പണി കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇത് ഒരുവിധം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ മയമുണ്ട്. എന്നാലും ഞാൻ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇത് ഇരുന്നിട്ട് ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പരിപ്പ് ഒരുവിധം വെള്ളമൊക്കെ നല്ലോണം പോയിട്ടുണ്ട്, തണുപ്പ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ എന്നൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് നിരത്തിയിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയാണ്. ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഫാനിൻ്റെ ചുവട്ടിലാണ് കേട്ടോ ഞാൻ ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പം 2-3 പരിപ്പിട്ട് കൊടുക്കുമ്പോൾ ആ പരിപ്പ് ഉടനെ തന്നെ മേലേക്ക് ചാടി വരും. അപ്പോൾ അതാണ് നമുക്കിത് ഫ്രൈ ചെയ്യാനായി എന്നുള്ള ആ എണ്ണയുടെ ഒരു ചൂടിൻ്റെ പരുവം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മൾ സാധാരണ വലിയ ഐറ്റംസൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കോരിയെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അരിപ്പയ്ക്കകത്താണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഒരുപാട് കോരി ഇട്ടിട്ട്, ചെറിയ അരിപ്പയാണെങ്കിൽ ഒരുപാട് കോരി ഇടരുത്, കുറേശ്ശെ വേണം ഇടാൻ. ഇതുപോലെ നമ്മൾ ഒരുപാട് കോരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ ഇങ്ങനെ തിളച്ചിട്ട് തൂവി പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. അത്രയും പരിപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ചെറിയ പാത്രം ഉപയോഗിക്കുന്നെങ്കിൽ കുറേശ്ശെ പരിപ്പിടുക. വലിയ പാത്രമാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ചെറിയ പാത്രമാകുമ്പം 2 സ്പൂണൊക്കെ ഇട്ടിട്ട് കുറേശ്ശെ വേണം ക്ഷമയോടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ എണ്ണ ഇതേപോലെ തിളച്ച് തൂവിയിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഉഴുന്ന് നല്ലോണം ഉണങ്ങണം, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ഇത് ഇങ്ങനെ നിറച്ചിടരുത്, കുറേശ്ശെ വേണം ഇടാൻ. ഇപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാം. 2 സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ എണ്ണയ്ക്കകത്തേക്ക് പെട്ടെന്ന് ഇറക്കി വയ്ക്കരുത്. നേരത്തെ അതാണ് കണ്ടത്, പെട്ടെന്ന് ഇറക്കി വയ്ക്കൽ. കുറേശ്ശെ ഇങ്ങനെ താത്തി കൊടുത്തിട്ട് 1 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി. അന്നേരം അതിങ്ങനെ പതുക്കെ ഫ്രൈ ആയിട്ട് വരും. ഈ പരിപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പതയുണ്ട് കേട്ടോ എണ്ണയ്ക്ക്, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഫ്രൈ ആയി കഴിയുമ്പം ഈ പതയൊക്കെ നിന്നോളും.
അതിനുശേഷം വേണം നമുക്കിത് മാറ്റി വെക്കാൻ. ഇപ്പോൾ ഒരു കിലുങ്ങുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നില്ല, അത് നമ്മുടെ ഇത് ഫ്രൈ ആയി വരുന്നതിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ ആ എണ്ണയുടെ ആ പതയിലും ആ തിളച്ച് തൂവലും ഒക്കെ മാറിക്കഴിയുമ്പം ഇപ്പം നമ്മുടെ മൂങ് ദാൽ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഫ്രൈ ആവട്ടെ. ഇപ്പോൾ കണ്ടോ, ഇനി നല്ലോണം എണ്ണ പോകണം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു യെല്ലോ കളർ വരും. ഇപ്പോൾ കാണുന്നതിനേക്കാളും നല്ലൊരു ഡാർക്ക് കളർ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഇനി അല്ലെങ്കിൽ ഇതേപോലെ എണ്ണയ്ക്കകത്തേക്ക് അരിപ്പ ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ മാക്സിമം ഇട്ട് കൊടുക്കുക. അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് ഒറ്റയടിക്ക് ഇറക്കി വെക്കരുത്. പതുക്കെ ഒന്ന് പൊക്കി പിടിക്കണം കേട്ടോ. അരിപ്പ എണ്ണയുടെ അടിഭാഗത്ത്, എണ്ണയുടെ മോൾ ഭാഗത്ത് അരിപ്പയുടെ അടിഭാഗം ഒന്ന് മുട്ടിയിരിക്കുക ആകാവുള്ളൂ. എന്നിട്ടിത് എണ്ണ പൊങ്ങി വരുമ്പോഴത്തേ ഒന്ന് പൊക്കി കൊടുക്കണം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് ഫ്രൈ ആകും. കുറച്ചേ ഉണ്ടാവുള്ളൂ ക്വാണ്ടിറ്റി. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റും. നല്ലൊരു ഐറ്റമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇത് മാർക്കറ്റിൽ കിട്ടും. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. നമ്മുടേതായ എണ്ണയാണ്, നമ്മൾ എന്തെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ അറിഞ്ഞിട്ട് മക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കൊടുക്കാൻ പറ്റും. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂങ് ദാൽ ഫ്രൈ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് എണ്ണ, ഇതിപ്പോൾ ചെറിയ ഐറ്റംസ് ആയതുകൊണ്ട് എണ്ണ അങ്ങനെ പെട്ടെന്ന് വലിഞ്ഞു പോകില്ല. അതുകൊണ്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പുറത്തുള്ള എണ്ണയൊക്കെ ആ പേപ്പറിൽ പറ്റിപ്പിടിച്ച് കുറേയൊക്കെ എണ്ണ പോയി കിട്ടും. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കാരണം സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് എണ്ണയൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ ചിപ്സൊക്കെ കഴിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ഞാനത് കുറച്ചും കൂടി ഒന്ന് ആ എണ്ണയൊക്കെ മൊത്തം ഒന്ന് പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിതിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒരു ടിന്നിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞെടുക്കുമോ, അല്ലെങ്കിൽ ഇതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പം നമ്മുടെ ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഉപ്പ് ഈ ഒരു മൂങ് ദാൽ ഫ്രൈക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ ഇടുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കുറവായിട്ട് തോന്നും. അതുകൊണ്ട് ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിന്നോട്ടോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മസാലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചാറ്റ് മസാലയൊക്കെ ഈ സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട്, ഇതിപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്നും വെക്കാണ്ട് ചുമ്മാ ഇട്ട് കൊടുത്തത്. എന്താ അറിയോ, അത് വീഴുമ്പോൾ ഉള്ളൊരു ഒച്ചയുണ്ടല്ലോ, അതൊന്നും നിങ്ങളെ കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. പിന്നെ 1-2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ 2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസൊക്കെ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.